Praise the Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Okay. We've heard some amazing testimonies here. ഇന്ന് നമ്മൾ വളരെ അതിമനോഹരമായ പല സാക്ഷ്യങ്ങളും കേട്ടു. Somebody was saying how God healed them. ഒരാൾ പറഞ്ഞു എങ്ങനെ ദൈവം അവരെ സൗഖ്യമാക്കി. Some people were sharing testimonies in the struggle during the struggle during sickness. ഒരാൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സൗഖ്യത്തിന്റെ യാത്രയിലൂടെയുള്ള ആ കഷ്ടപ്പാടുകളെ കുറിച്ചായിരുന്നു. Another person was telling about how she got a transfer, how she suffered, and how God gave now an answer. വേറൊരാൾ പറഞ്ഞത് എങ്ങനെ കഷ്ടപ്പാടിലൂടെ വന്നിട്ട് ദൈവം ഒരു ട്രാൻസ്ഫർ ഒരുക്കി എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. But there is a common line in all these testimonies. Not all were testimonies of healing. There were testimonies of healing, the testimonies of sickness, the testimonies of struggle, testimonies of miracles. ഇന്ന് പല പല സാക്ഷ്യങ്ങൾ കേട്ടെങ്കിലും എല്ലാ സാക്ഷ്യത്തിൻ്റെ ഇടയ്ക്ക് ചില സമാനതകളുണ്ടായിരുന്നു. ചില സാക്ഷ്യം പറഞ്ഞത് സൗഖ്യത്തെക്കുറിച്ച്, ചിലർ സൗഖ്യം ആകാത്ത അവസ്ഥയിലെ കഥകൾ പറഞ്ഞു, ചിലർക്ക് കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇതിലെല്ലാം ഒരു സമാനതയുണ്ട്. There is a hope in all these testimonies. ഈ ഓരോ സാക്ഷ്യത്തിലും നമുക്ക് സന്തോഷം വരുന്ന ഒരു പ്രത്യാശയുണ്ട്. I want to talk to you about two things today. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. What God really wants from us. ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ശരിക്കും ആഗ്രഹിക്കുന്നത്? See, a plant, a tree is put for a purpose. ഒരു മരം ഒരു കാര്യത്തിന് വേണ്ടിയാണ് നടുന്നത്. What is an apple tree for? ഒരു ആപ്പിൾ വൃക്ഷം എന്തിനു വേണ്ടിയാണ് നടുന്നത്? If the apple tree doesn't bear apple fruit, then it's of no use. ആപ്പിൾ വൃക്ഷം ആപ്പിൾ തന്നില്ലെങ്കിൽ അതിനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലല്ലോ. Do you know how we get oxygen? നമുക്കറിയാമോ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ കിട്ടുന്നത്? നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ എങ്ങനെയാണ് കിട്ടുന്നത്? From the trees and plants. But we forget that, a good person, I think for 50% of the oxygen is coming from the sea. 50% ഓക്സിജൻ നമുക്ക് കിട്ടുന്നത് കടലിൽ നിന്നാണ്. It's from the small, aquatic, micro phytoplanktons like that. Small things which you can't even see. കടലിനുള്ളിൽ വളരുന്ന നമ്മൾ കാണുക പോലും ചെയ്യാൻ വയ്യാത്ത ചെറിയ ചെറിയ ചെടികളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന 50% കൂടുതൽ ഓക്സിജനും കിട്ടുന്നത്. So we don't even know, but that serves its purpose. നമ്മൾ അറിയുന്നില്ല, പക്ഷെ അത് അതിന്റെ പദ്ധതി നിർവഹിക്കുന്നു. So the purpose of God in our life, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പദ്ധതി is to bear fruit for Him, നമ്മൾ അവന് വേണ്ടി ഫലം പ്രകടിപ്പിക്കാനാണ്, and to glorify Him, അവനെ ഉയർത്താനാണ്. in every circumstance. നമ്മുടെ ഏത് സാഹചര്യത്തിലാണെങ്കിലും അവന്റെ നാമത്തെ ഉയർത്താൻ. As human beings, മനുഷ്യരായ നമ്മൾ we always want good things to happen to us, right? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ And we സംഭവിക്കണം. pray for that also. We have to pray for that also. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതുമാണ്. But like Shadrach, Meshach and Abednego, ശദ്രക് മേശക് അബേദ്നെഗോവിനെ പോലെ Abednego. What did they say? അവരെന്താ പറഞ്ഞത്? A famous statement made by them. അവര് പറഞ്ഞ എല്ലാവർക്കും പരിചയമുള്ള God ഞങ്ങളുടെ ദൈവം is able to save us from this fire. ഈ തീയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ മതിയായവരാണ്. But even if He doesn't, അവൻ ഞങ്ങളെ ഈ തീയിൽ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ we will still not bow down before Him. We bow down before God. ഞങ്ങൾ രാജാവിന്റെ ബിംബത്തിന്റെ മുമ്പിൽ നമസ്കരിക്കുകയില്ല. So what did those three do? അവരെന്താ ചെയ്തത്? They decided to glorify God, അവരെ ദൈവത്തെ മഹത്വീകരിക്കാൻ തീരുമാനിച്ചു. whether they are burnt or they are saved. അവർ രക്ഷപ്പെട്ടാലോ അവർ തീയിൽ അകപ്പെട്ടാലോ അവർ ദൈവത്തെ. That is the purpose, to glorify God. And ജീവിതത്തിൽ നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം ദൈവത്തെ മഹത്വീകരിക്കുക എന്നുള്ളതാണ്. yeah, so that is the purpose of God in our life. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം അതാണ്. And the second part I want to know is how to fulfill that purpose. ഈ രണ്ടാമത്തെ കാര്യം നമ്മൾ അറിയേണ്ടത് ഇത് എങ്ങനെ നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നിവർത്തികരിക്കും. There is a big difference between the two covenants. The covenant on Mount Sinai given to Moses. രണ്ട് covenant. ഉടമ്പടികളുണ്ട് വചനത്തിൽ. ഈ രണ്ട് ഉടമ്പടികൾക്ക് വ്യത്യാസമുണ്ട്. സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവം ചെയ്ത ഉടമ്പടി and the new covenant in Christ Jesus. കർത്താവ് ചെയ്ത പുതിയ ഉടമ്പടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. And how the will of God or how we glorify God is totally different.
നമ്മൾ ദൈവത്തെ എങ്ങനെയാണ് മഹത്വീകരിക്കുന്നതെന്നും വ്യത്യസ്തമാണ് in these two covenants. ഈ രണ്ട് ഉടമ്പടികളിലും. Because കാരണം in the new covenant, പുതിയ ഉടമ്പടിയിൽ God comes into us who accepts Jesus and He does a work inside us. കാരണം പുതിയ ഉടമ്പടിയിലുള്ള നമ്മൾ കർത്താവിനെ സ്വീകരിച്ച നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് വന്ന് കർത്താവ് നമ്മുടെ ഉള്ളിൽ ഒരു പ്രക്രിയ ചെയ്യുന്നു. Now there are many times in the new covenant, we all live in the new covenant, but we hold on to the old covenant. നമ്മളെല്ലാം പുതിയ നിയമത്തിൽ പുതിയ ഉടമ്പടിയിലുള്ളവരാണ്. പക്ഷെ നമ്മൾ ആ പഴയ നിയമത്തിലെ പഴയ ഉടമ്പടി പ്രകാരമുള്ള ജീവിതത്തിലേക്ക് without knowing, after knowing the truth, without our knowledge, we are holding on to the things. I'm not only talking about the rituals, but how we obey God. You know, we grab onto the Old Testament rule of the law to please God. നമ്മൾ പുതിയ നിയമത്തിന്റെ അടിയിൽ വന്ന് നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പഴയ നിയമത്തിലുള്ള എങ്ങനെയാണോ കർത്താവിനെ ആളുകൾ നോക്കിയത് അതുപോലെ പോകാനായിട്ട് ഓരോന്ന് ചെയ്യുന്നതിനെ മാത്രമല്ല നമ്മൾ എങ്ങനെ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നു ഇതിനെല്ലാം നമ്മളൊരു പഴയ രീതിയിലേക്ക് മടങ്ങി പോകും. So we glorify God. നമ്മൾ ദൈവത്തെ മഹത്വീകരിക്കും. In sickness and healing. രോഗത്തിലും സൗഖ്യത്തിലും നമ്മൾ ദൈവത്തെ We pray for healing. We want healing. നമ്മൾ നമ്മുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കും. But we glorify God in sickness too. നമ്മൾ ദൈവത്തെ നമ്മുടെ രോഗാവസ്ഥയിലും ദൈവത്തെ മഹത്വീകരിക്കും. In depression and joy. ദുഃഖാവസ്ഥ വിഷാദാവസ്ഥയിലും സന്തോഷത്തിലും നമ്മൾ. I am not talking about the joy of God because that is always with us. ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ഉള്ളതിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. I'm talking about the happiness, you know, the happiness that we feel. നമ്മുടെ മനസ്സിൽ തോന്നുന്ന സന്തോഷവും മനസ്സിൽ തോന്നുന്ന വിഷാദവും. So in depression and joy. So when you are depressed, see how God, we can look to Psalms, you know, how did David go about depression? നമുക്ക് ദുഃഖം വരികയും നമ്മൾ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലും നമുക്ക് ദാവീദിനെ നോക്കാൻ ദാവീദ് എങ്ങനെ ആ അവസ്ഥയിലൂടെ David encouraged himself in the Lord. ദാവീദ് തന്റെ ദൈവത്തിൽ ശക്തി കണ്ടെത്തി എന്ന് പറയുന്നു. I know, because circumstances, all horrible circumstances. If we go through the Old Testament, one of the persons, one of the prophets, one of the kings who had so much of things against him from his family, even after he became a king, was David. നമ്മുടെ പഴയ നിയമത്തിൽ കൂടെ പോയാൽ സ്വന്തം കുടുംബത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ രാജാവായി കഴിഞ്ഞു അനുഭവിച്ചിട്ടുള്ള ഒരാള് ദാവീദാണ്. David encouraged himself in the Lord. പക്ഷേ വചനം പറയുന്നു ദാവീദ് ദൈവത്തിൽ അവന്റെ ശക്തി കണ്ടെത്തി. If you read Psalms 119, that's the biggest Psalms, right? സങ്കീർത്തനം 119 ഏറ്റവും വലിയ സങ്കീർത്തനമായ 119 you can വായിച്ചാൽ see the steps taken by David, the practical steps taken by David to walk close to God. നമുക്ക് ആ സങ്കീർത്തനം 119 നോക്കിയാൽ നമുക്ക് കാണാം ദാവീദ് എങ്ങനെയാണ് തന്റെ ദൈനംദിന ജീവിതത്തിൽ കർത്താവുമായിട്ട് ഒരുമിച്ച് പോകാൻ എന്തെല്ലാമാണ് ചെയ്തത്. Okay, so in depression and happiness, നമുക്ക് ദുഃഖാവസ്ഥയിലോ വിഷാദാവസ്ഥയിലും സന്തോഷാവസ്ഥയിലും, in difficulties and when you fall into sin, നമ്മളെ കഷ്ടപ്പാടിലും നമ്മൾ പാപത്തിൽ വീണു പോകുമ്പോൾ, when you fall into sin, can you glorify God? നമുക്ക് ദൈവത്തെ മഹത്വീകരിക്കാൻ പറ്റുമോ? Yeah, because a righteous man will fall 7 times and he will get up. വചനം പറയുന്നു നീതിമാൻ 7 തവണ വീഴും പക്ഷേ അവൻ എഴുന്നേൽക്കും. Every time you get up from sin, ഓരോ തവണയും നമ്മൾ പാപത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ you are glorifying God. നമ്മൾ ദൈവത്തെ ഉയർത്തുന്നു. Because again, you know, have you seen? We have one of my uncles once told me, you know, the thing about a dog, you know, when you hit a dog, he'll run away, but then you extend your hand, he'll come running back, you know. എൻ്റെ അടുത്ത് ഒരിക്കൽ എൻ്റെ അങ്കിള് പറഞ്ഞു നമ്മളൊരു പട്ടിയെ അടിക്കുകയാണെങ്കിൽ പട്ടി ഓടിപ്പോകും പക്ഷെ പിന്നെയും നമ്മൾ സ്നേഹത്തോടെ കൈ നീട്ടുമ്പോൾ അത് നമ്മുടെ അടുത്തേക്ക് ഓടി വരും. So the dog runs to the master always, you know. പട്ടി തന്റെ യജമാനന്റെ അടുത്തേക്ക് ഓടി വരും. So even if you fall in sin, you keep your eyes, you get up and go. Get up and go. Don't stay there because no sin is enough to keep you from God. നമ്മൾ ഏതെങ്കിലും ഒരു പാപത്തിൽ അകപ്പെട്ടു പോയാലും അവിടെ കിടക്കരുത്, അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ ദൈവത്തിലേക്ക് ഓടുക. ഒരു പാപവും നമ്മളെ ദൈവത്തിൽ നിന്ന് പിരിക്കാൻ പറ്റുന്നതാണ്. So in mishaps and in temptations you glorify God. How do you glorify God in temptation? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലും നമുക്ക് ഉണ്ടാകുന്ന പല പ്രലോഭനങ്ങളിലും നമ്മൾ ദൈവത്തെ. So every opportunity every temptation is an opportunity. ഓരോ പ്രലോഭനങ്ങളും ഒരു അവസരങ്ങളാണ്. No, every time we say temptation is a problem. I don't want this temptation. This is horrible. But if you take every temptation as an opportunity to bear fruit and to glorify God, then you will look up. Come, let the temptation come. And when I take the decision, every temptation you win, you are stronger. ഓരോ പ്രലോഭനങ്ങളും നമ്മുടെ അടുത്ത് വരുമ്പോൾ അയ്യോ എനിക്ക് ഈ പ്രലോഭനം വേണ്ട, എനിക്ക് പാപത്തിൽ വീഴണ്ടെന്ന്
ആ ഓരോ പ്രലോഭനത്തെയും നമുക്ക് ദൈവത്തിന്റെ നാമം മഹത്വീകരിക്കണം, അതിനെ നേരിടാൻ ദൈവം തന്നൊരു അവസരമായി കണ്ടു കാണുമ്പോൾ അതിന് വ്യത്യാസം വരും. The new woke culture, about being homosexual, all these are taught in schools and colleges, especially in elite schools, about the orientation. ഇന്നിപ്പോ നമ്മുടെ പുതിയ ലോകത്തിൽ പുതിയ കൾച്ചറിലാണെങ്കിൽ സ്വവർഗ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന കാലത്തിൽ സ്കൂളിലും കോളേജുകളിലും the orientation, so the children are taught whichever way you are oriented, please go in that way. നമ്മൾ ഇന്നത്തെ ലോകം കുട്ടികളോട് പറയുന്നത് നിങ്ങൾക്ക് സ്ത്രീയായാണോ തോന്നുന്നത്, പുരുഷനായാണോ തോന്നുന്നത്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതിന്റെ പുറകെ പോകുക എന്ന് പറയുന്ന കാലത്ത്. So what is it? The Bible teaches us it is sin, but then people say they are oriented like that, what to do? വചനം പറയുന്നു ഇത് ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അല്ലാതെ പോകുന്നത് തെറ്റാണെന്ന് പറയുന്നു. പക്ഷേ ലോകം പറയുന്നു അവരുടെ മനസ്സിൽ അങ്ങനെയാണ് അവരെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നു. We all are oriented towards different horrible things, right? നമ്മൾ ഓരോരുത്തരും ഓരോരോ വ്യത്യസ്തമായ ഓരോ വൃത്തികെട്ട പാപത്തിന് വേണ്ടി തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു വാഞ്ചയുണ്ട്. How many of us feel that we are not oriented to any type of sin in this room? ഇവിടെ ഇരിക്കുന്ന ആർക്കൊക്കെ തോന്നുന്നുണ്ട് യാതൊരു പാപത്തിനോടും ഒരു ബോധമോ ഒരു ആഗ്രഹമോ എനിക്ക് തോന്നാറില്ല. So we are all oriented to different things. നമുക്ക് പലതിനെ കുറിച്ച് ഒരു ആകർഷണമുണ്ട്. So അതുകൊണ്ട് orientation, whichever it is, if you decide to glorify God, you use that as an opportunity to glorify God. നമ്മുടെ എന്തായിരുന്നാലും അതിൽ നമ്മൾ ദൈവത്തെ മഹത്വീകരിക്കാനായി സാധിക്കും. Not by following the orientation, but orienting yourself to Christ. നമുക്ക് എന്ത് പാപത്തോട് ആകർഷണം ഉണ്ടായാലും എന്ത് അങ്ങനെയൊക്കെ തോന്നുന്നു അതിന്റെ പുറകെ പോകല്ല, അത് കർത്താവ് പറഞ്ഞ വഴിയിലേക്ക് നേരെ നടക്കാൻ നമ്മൾ തീരുമാനിച്ച് അവനെ മഹത്വീകരിക്കുകയാണെങ്കിൽ. And when we speak about all these things now, most often we stop at this is how we should do, this is how we should live. നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറയും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് നിങ്ങൾ ജീവിക്കേണ്ടതെന്ന്. But how to do it is important. പക്ഷേ അതിൽ പ്രാധാന്യമുള്ളത് ഇത് എങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത്. That was why it was not possible in the Old Testament. അതുകൊണ്ടാണ് ഇത് പഴയ നിയമകാലത്ത് പറ്റാതിരുന്നത്. Because the law kills, and the law was not able to prevent you from sin, but the law pushed you towards sin. അതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ നിയമങ്ങൾ നമ്മളെ പാപത്തിലേക്ക് തള്ളി നമ്മളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പാപം You understood about sin, but there was no power to deliver you from sin. പാപം എന്താണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരുന്നു, പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശക്തി നമുക്കുണ്ടായിരുന്നു. If you look at Mark 11 and verse 14 and 21, it talks about, see, that Jesus healed and Jesus made and Jesus did everything, which is the only destructive miracle of Jesus. Can you say which is the only destructive miracle? മർക്കോസിന്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവം ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്തു. God has done lot of, Jesus has done lot of അത്ഭുതങ്ങൾ, but only one place he has done a destructive miracle. എല്ലാ സാധനങ്ങൾ ഉണ്ടാക്കുന്നതും ക്രിയാത്മകമായി ഓരോരോ സംഭവങ്ങൾ നല്ല നല്ല സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഒരിടത്ത് മാത്രം ഒരു നശീകരണം കാണാം. Where is it? Huh? Where is it? Destructive അല്ല. No, it's the cursing of the tree, fig tree. അത്തിമരത്തെ ശപിച്ചതാണ്. പന്നിക്കുട്ട പെർമിഷൻ ചോദിച്ചു പോയി. It is not God who did that. There is a devil who made the panni go into the river. Not God. Okay, he allowed it. That's all. Here Jesus, can we read that Mark 11:14? മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിച്ചാലോ? It's also in the other in Matthew as well as Luke also. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഇതേ ഭാഗം നമുക്ക് കാണാം. Mark 11:14. മർക്കോസ് ഇനി നിങ്ങളിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. Okay, so 11:14. Okay, so from 12 onwards, the next day as they were leaving Bethany, Jesus was hungry. Seeing in the distance a fig tree and leaf, he went to find if it had any fruit. When he reached it, he found nothing but leaves, because it was not the season for figs. Then he said to the tree, "May no one ever eat fruit from you again." So a lot of people say, why did Jesus behave like small kids? No, he's not getting food. So okay. I know. Is it like that? 12 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. പിറ്റേന്ന് അവൻ ബെഥാനിയ വിട്ടു പോകുമ്പോൾ അവന് വിശന്നു. അവൻ എലിയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു.
അവൻ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്ന് അതിനരികെ ചെന്നപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. ഇത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. അവൻ അതിനോട്, ഇനി നിങ്ങളിൽ നിന്ന് എന്നേക്കും ആരും ഫലം കഴിക്കാതിരിക്കട്ടെ, തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. So there is a small confusion. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു അല്ലേ? അല്ലമായിട്ട് എന്തിനാണ് കർത്താവ് നോക്കിയെന്നൊരു കൺഫ്യൂഷൻ അല്ലേ? ഇത് കാണുമ്പോൾ നമ്മൾ പറയുന്നത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു, എന്നിട്ട് കർത്താവ് എന്തിനാ അത്തിപ്പഴം അന്വേഷിച്ചു? രണ്ട് കാര്യം, 2 things. The first thing, ആദ്യത്തെ കാര്യം മലയാളം എല്ലാവർക്കും അറിയാലോ, എല്ലാം മലയാളം അറിയപ്പെടുന്നുണ്ടോ? അപ്പോൾ ഐ ടോക്ക് ഇൻ മലയാളം ഓൾസോ. അപ്പം എന്താ പറയുക, ആദ്യത്തെ കാര്യം, കർത്താവ് എന്ത് ചെയ്താലും അത് അന്നത്തേക്ക് മാത്രമല്ല, ഇറ്റ്സ് ഫോർ എവറി വൺ ടു യുനോ. ഇത് ബൈബിളിൽ കാണുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. സോ അത്തിമരം, ദ ഫിഗ് ട്രീ, അത്തിമരത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ അത് ഇസ്രായേൽ നേഷനുമായിട്ടുള്ള കണക്ഷനാണ്. മനസ്സിലാക്കുക ഏറ്റവും. ദ ഫിഗ് ട്രീ ഈസ് സോ സിംബോളിക്, ഫിഗ് ട്രീ ഈസ് സോ സിംബോളിക് ഓഫ് ദ ടെമ്പിൾ ആൻഡ് ദ ജൂയിഷ് ട്രഡീഷൻ. അത്തിമരം എന്ന് പറഞ്ഞാൽ വചനത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അത് അത്തിമരം യെരൂശലേം രാജ്യത്തോട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. Okay, so how this fig tree was not fruitful when Jesus came? It was only leaves, just appearance and just pretense. Nothing was there. അത്തിമരത്തെ കാണുമ്പോൾ യേശു നോക്കുമ്പോൾ അതിന് നിറച്ച ഇലയുണ്ട്, പക്ഷേ അതിന് ഒരു ഫലവും ഇല്ല. The thing is that there is a word called tuaksh, T-A-Q-S-H. It's called tuaksh. Tuaksh is the young fruit of the fig tree, which is seen before the real season comes. യെരൂശലേമിൽ തുവാഷ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ തുവാഷ് എന്ന് പറഞ്ഞ വാക്ക് പറയുന്നത് ശരിക്കുള്ള ഫലം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു ചെറിയ ഫലമാണ്. അത്തിവൃക്ഷങ്ങളിൽ ശരിക്കുള്ള കായ്ക്കുന്ന കാലം വരുന്നതിന് മുമ്പ് വരുന്ന ചെറിയ കായയാണ് തുവാഷ് എന്ന് പറയുന്നത്. So when there are leaves, you see the tuaksh also, and the tuaksh, they let the tuaksh fall down, and the birds eat it. All the travelers, they eat the tuaksh not in the season. ഈ ഇല വരുന്ന സമയത്ത് ഈ തുവാശം വരും. ഈ തുവാശ ആളുകൾ അത് താഴെ വീഴാൻ സംഭവിക്കുന്നു. അത് മാത്രമല്ല, അതിന്റെ വഴി കൂടെ പോകുന്ന യാത്രക്കാര് അത്തിവൃക്ഷത്തിന്റെ കാലമല്ലെങ്കിലും ഈ തുവാശം പെറുക്കി കഴിച്ച് മുമ്പോട്ട് പോകുന്നു. So that is why it is written, it was not a season, it was not the season of fruit. Then why Jesus was not looking for the real fruit. Jesus was looking for the evidence of the fruit to come. അതുകൊണ്ടാണ് വചനം പറയുന്നത് അത്തിവൃക്ഷത്തിന്റെ കാലമല്ലായിരുന്നപ്പോഴും യേശു നോക്കിയത് അന്നുണ്ടായി ശരിക്കുള്ള പഴത്തിനല്ല, ഒരു പഴം വരാനുള്ള കാലമായി എന്നുള്ള ഒരു സാക്ഷ്യത്തിന് വേണ്ടി. So when he saw that there is no tuaksh, no indication that he will bear fruit later or that time during for his hunger, യേശു ആ മരത്തിലേക്ക് നോക്കിയപ്പോൾ ഇനിയും വരുന്ന കാലത്ത് അതിന് ഫലം കായ്ക്കുമെന്നുള്ള യാതൊരു സ്വഭാവവും അതിന് കാണാതിരുന്നപ്പോൾ, so then he said, may you never give fruit again, may you be gone. അപ്പോഴാണ് യേശു പറഞ്ഞത്, ഇനി നിങ്ങളിൽ നിന്ന് ആരും തിന്നാതിരിക്കട്ടെ എന്ന്. And the next day it was dried from the roots. അടുത്ത ദിവസം അത് വേര് വെച്ച് നശിച്ചു പോയി എന്ന് പറയും. Okay, so this dried from the roots is also mentioned in the book of Jude 1:12 to 19 about people who are far away from God. ഈ വൃക്ഷത്തിന്റെ വേരിൽ വെച്ച് തന്നെ നശിച്ചു പോയതിനെ കുറിച്ച് യൂദയുടെ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് ദൂരെ പോയ ആളുകളെ കുറിച്ച്, കർത്താവിന്റെ സന്ധി വിട്ടുപോയ പുറകോട്ട് talking about empty people without fruit. അവിടെ പറയുന്നത് ഫലമില്ലാത്ത, വളരെ ഒന്നുമില്ലാത്ത അവസ്ഥയിലുള്ള ആളുകളെ കുറിച്ച്. A show, a form of godliness but without the power. ഒരു Jude 1:12-19. ജൂഡ് 1:12 പറയും, these are clouds without rain, blown along by the wind, autumn trees without fruit and uprooted, twice dead. 12-19. ഇവർ നിങ്ങളുടെ സേകസദ്യയിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിച്ച് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൂരും ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. നമുക്ക് ഇല കൊണ്ടും ഫലമില്ലാതെയും വേര് ചത്ത്, twice dead, no fruit, no root. രണ്ട് തവണ വെച്ചത്, ഒരു ഫലവുമില്ല, വേരുമില്ല. Okay, so talking about the fruit
it is so important that you produce fruit. നമ്മളിത് ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വളരെ പ്രാധാന്യമാണ് ഫലം ഉണ്ടാക്കുന്നവരായിരിക്കണം എന്നുള്ളത്. Okay, so that is, many have a form of religion, but there is no fruit of repentance, no faith, no love. പലർക്കും ഒരു വിശ്വാസത്തിന്റെ ഒരു ഭാവമുണ്ട്, പക്ഷെ അവരുടെ ഉള്ളിൽ നോക്കുവാണെങ്കിൽ അനുതാപത്തിന്റെ ഒരു ഫലമില്ല, അവർക്ക് ദൈവത്തിനോട് നടക്കാനുള്ള ഒരു ഭാവം കാണുന്നില്ല, ഫലമില്ല. 2 Timothy 3:15, can we read? 2 തീമോഥെയോസ് എഴുതിയ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് വായിക്കാമോ? Having a form of godliness but denying its power. 3:15 വരെ. നീ പഠിച്ചും അല്ലേ? നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ 3:50 അല്ലേ? Having a form of godliness. Okay, I'll read it. No? Having a form of godliness but without its power. ദൈവശക്തി ഒരു Okay, if you can find out the verse, please. Malayalam. നീ പഠിച്ചും അതല്ല verse having a form of godliness but denying its power. In NLT, it is written, they will act religious, but they will reject the power that could make them godly. 2 Timothy 3:5. അതല്ലേ? 3:5. 3:5. 2 Timothy 3:5. ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവർ. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നു. Now we don't have to look around. We can look into ourselves. We don't have to look to the Pharisees. Please look into ourselves. I look into myself, and you please look into yourself. Do you have a form of godliness but deny its power? നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കാം. നമ്മൾ ഭക്തിയുടെ ഒരു വേഷം ധരിച്ചിട്ട് അതിന്റെ ശക്തി ത്യജിക്കുന്നവരാണ്. The new NLT translation is, they will act religious, but they will reject the power that could make them godly. ഭക്തി ഈ വേറൊരു ട്രാൻസ്ലേഷനിൽ വിശദമായി ഇത് പറയുന്നത്, അവർ ഭക്തി ഉള്ളവരായൊക്കെ അഭിനയിക്കും, പക്ഷെ ആ ദൈവത്തിന്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റാനുള്ള ആ ശക്തി അവർ സ്വീകരിക്കില്ല. Today, if you are walking a life, we come to the church, we speak, we sing songs, but when it comes to choosing God, we have all the power we need from God because we are born again. But if we choose not to take that power to make us godly, we are like the fig tree. ഇന്ന് നമ്മൾ പള്ളിയിൽ വരികയും പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ട്, പക്ഷേ നമ്മൾ ദൈവത്തിന്റെ ആ ശക്തി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും ദൈവത്തിന്റെ രീതിയിൽ ദൈവികമായി നടക്കാൻ ദൈവം തന്നിരിക്കുന്ന ശക്തിയെ നമ്മൾ സ്വീകരിച്ച് നമ്മുടെ നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റുന്നില്ല എങ്കിൽ നമ്മളും ഈ അത്തിവൃക്ഷത്തെ പോലെയാണ്. Now, how do we bear fruit? നമ്മൾ എങ്ങനെയാണ് ഫലം കായ്ക്കുന്നവരാകുന്നത്? Let us go into again Mark 2:18, Matthew 9:16, 17, and Luke 5:36 says the same thing. We'll talk about another parable of Jesus. കർത്താവ് പറഞ്ഞ വേറൊരു ഉപമയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. We'll take Mark 2:18. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് എടുക്കാം. യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്കുക പതിവായിരുന്നു. അവർ വന്ന് അവനോട്, യോഹന്നാന്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കാൻ കഴിയുമോ? മണവാളൻ കൂടെ ഇരിക്കാറോളം അവർക്ക് ഉപവസിക്കാൻ കഴിയില്ല. So this is a beautiful thing. Okay, so the Pharisees used to fast how much? They used to fast twice a week mostly, because we see in the other parable that the Pharisee is saying that I'm not like this person. I fast twice a week. The Pharisees used to fast twice a week, and John the Baptist was a prophet which came after 400 years of no prophets, and he was always fasting. His disciples was fasting, but Jesus' disciples
he took a bunch of people who are, jolly good fellows, sort of, and, different temperament, and they were not fasting, they were walking with him, and they were going to every house, eating and drinking. നമ്മൾ ഉപവാസത്തെക്കുറിച്ച് വചനത്തിൽ കാണുമ്പോൾ നമ്മൾ കാണാം പരീക്ഷന്മാരെ ആഴ്ചയിൽ 2 വട്ടം വീതം ഉപവസിക്കുന്നവരായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ കാര്യം പറയുകയാണെങ്കിൽ 400 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പ്രവാചകൻ ഇസ്രായേലിൽ വന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും സ്ഥിരം ഉപവസിക്കുമായിരുന്നു. പക്ഷേ യേശു തിരഞ്ഞെടുത്ത ഒരു കൂട്ടം വളരെ വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകൾ യേശുവിൻ്റെ കൂടെ നടന്ന ആ കൂട്ടം മാത്രം ഉപവസിക്കുന്നുണ്ടായിരുന്നു. So please listen carefully. Jesus, in this answer, he told a parable which has immense meaning to us, immense meaning to the whole world. This parable, please understand. May the Holy Spirit, awaken us to understand this meaning. ഈ ഒരു കഥ പറയുമ്പോൾ യേശു നമുക്ക് വളരെ പ്രയോജനമുള്ളതും വളരെ പ്രാധാന്യമുള്ളതുമായ ഒരു സത്യമാണ് വെളിപ്പെടുത്തുന്നത്. Jesus knew that he was a son of God. He was a great I am. He was with the word. He was the Word who was with God and who was God. He knew that he has come in flesh to pay for the sins of mankind, to die and rise again and give a new covenant. യേശു കർത്താവ് ഈ ലോകത്ത് വന്നപ്പോൾ യേശു കർത്താവ് ആരായിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. യേശുവിന് അറിയായിരുന്നു അവൻ വലിയവനായ ദൈവമാണ്. അവന്റെ ശക്തിയെക്കുറിച്ച് അറിയായിരുന്നു. അവൻ ഈ ലോകത്ത് വന്നത് ആളുകൾക്ക് ഒരു പുതിയ പ്രത്യാശ നൽകുവാനും ആളുകളെ വീണ്ടെടുക്കാനുമാണെന്ന് യേശുവിന് അറിയായിരുന്നു. So he said, will you go to a wedding and declare that you are on fast? നിങ്ങൾ ഒരു വിവാഹത്തിന് പോയിട്ട് അവിടെ നിങ്ങൾ ഉപവാസത്തിലാണെന്ന് പറയുമോ? That would be inappropriate. അതൊരു ശരിയല്ലാത്ത രീതിയായിരുന്നു. So why are you fasting for? Your whole thing of fasting is so called drawing near to God. And here I am, the great I am standing with you, and then should you fast for him? നമ്മൾ ഉപവസിക്കുന്നത് പറഞ്ഞാൽ ദൈവത്തോട് അടുത്ത് ചെല്ലാനാണ്. അപ്പൊ യേശു കർത്താവ് അവിടെ ആയിരുന്നപ്പോൾ യേശു കർത്താവ് തന്നെ അവിടെ നിൽക്കുമ്പോൾ യേശു കർത്താവിന്റെ അടുത്തേക്ക് വരാനുള്ള ആ സമയത്ത് നമ്മൾ എന്തിനാണ് ഉപവസിക്കുന്നതെന്നാണ്. And he says now an important thing as continuation. അത് കഴിഞ്ഞ യേശു കർത്താവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയും. No one sews a patch of unshrunk cloth on an old garment. Otherwise the new piece will pull away from the old, making the tear worse. 21-ാം വാക്യം പറയുന്നു, പഴയ വസ്ത്രത്തിൽ ആരും കൊടി തുണി കണ്ടം ആരും ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാൽ ചേർത്ത പുതുകണ്ടം പഴയതിൽ നിന്ന് വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെ ആകും. എനിക്കിത് അറിയത്തില്ലായിരുന്നു. I didn't know that. But if ever you want to patch an old garment, you should never attach a new one to it. നമുക്ക് ഏതെങ്കിലും ഒരു പഴയ തുണി നമ്മൾ നന്നാക്കാൻ ശ്രമിച്ച് അതിൻ്റെ അകത്തുള്ള ഒരു കുഴി വൃത്തിയാക്കുവാണെങ്കിൽ ഒരു പഴയ തുണി തന്നെ വെക്കണം, പുതിയ തുണി വെച്ച് തയ്ക്കരുതെന്ന്. Because it will shrink and make the tear worse. അതുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ പുതിയ തുണി കഴുകുമ്പോൾ അതിങ്ങനെ വലിഞ്ഞിട്ട് അത് കീറൽ വലുതാവും. So what is Jesus trying to tell us? യേശു കർത്താവ് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? This is one of the most important lessons he is trying to tell us. അത് യേശു പറയുന്ന ഒരു വലിയ പ്രധാനമുള്ള ഒരു പാഠമാണ്. Which we are doing even today. ഇന്ന് നമ്മൾ ഇത് ചെയ്യുന്നതാണ്. We are trying to fulfill the command of Christ. നമ്മൾ കർത്താവിന്റെ നിയമങ്ങളെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ്. We are trying to bear fruit. നമ്മൾ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാൻ ആഗ്രഹിക്കുന്നു. The fruit which Jesus mentioned. യേശു കർത്താവ് പറഞ്ഞ ഫലം കായ്ക്കാൻ ശ്രമിക്കുന്നു. By following your own, by depending on your own strength and by following rules and commands. നമ്മൾ ഇപ്പോഴും കുറെ നിയമങ്ങളും കുറെ സംഗതികളും നോക്കിയാണ് നമ്മുടെ തന്നെ ശക്തി വെച്ച് ഈ കർത്താവിന്റെ വഴി കർത്താവിന് ഫലം കായ്ക്കാനായി ശ്രമിക്കുക. So you don't patch up an old dress with a new cloth. നമ്മൾ ഒരു പഴയ കുഴിയുള്ള തുണി ഒരു പുതിയ തുണി വെച്ച് നമ്മൾ അതിനെ മാറ്റി തയ്ക്കുന്നില്ല. The people who are without Christ, they still try to do it, but they try to patch up with the old cloth. ഈ കർത്താവിനെ അറിയാത്ത ആളുകൾ ഇത് ഒളിച്ചു വെക്കാനായി ഒരു പഴയ തുണി വെച്ച് ശ്രമിക്കുന്നു. Even they don't do it. Even they don't take a new cloth and do it. അവർ പോലും ഒരു പുതിയ തുണി വെച്ച് ചെയ്യില്ല, പഴയ തുണി വെച്ചാണ് അവർ കുളിപ്പിക്കുന്നത്. But we are trying to do it with a new cloth. നമ്മൾ പക്ഷേ ഒരു പുതിയ തുണിക്കണ്ടം വെച്ച് അത് തയ്ക്കാൻ ശ്രമിക്കും. When we have a whole new dress waiting for us. നമുക്ക് ദൈവം ഒരു പുതിയ ഉടുപ്പ് അവിടെ വെച്ചിരിക്കുന്നു. We don't need an attachment. We don't need a cloth to cover the gap. നമ്മുടെ ഇടയ്ക്കുള്ള ഓരോരോ കുഴികളും ഛേദങ്ങളും മാറ്റാനായിട്ട് നമുക്കൊരു പഴയ തുണിയുടെ ആവശ്യമില്ല. കാരണം നമുക്കൊരു പുതിയ വസ്ത്രം തന്നെ കർത്താവ്. That's what the word of God says. I have clothed you. The Lamb of God has clothed you
with a new garment. വചനം പറയുന്നു ദൈവത്തിന്റെ കുഞ്ഞാട് നമുക്കൊരു പുതിയ വസ്ത്രം ഉണ്ടാക്കിയിരിക്കുന്നു നമ്മൾ പുതിയ വസ്ത്രം ധരിക്കുന്നത്. So wear the new man. നമുക്ക് ദൈവം തന്നിരിക്കുന്ന പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കണം എന്നാണ്. Just imagine the dress which the garment that God gives us, the spotless garment that God gives us. വചനം പറയുന്ന ആ ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവം തന്ന ഒരു കളങ്കവുമില്ലാത്ത ആ ശുദ്ധമായ ആ വേഷത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ചു. Instead of that, we have a garment with holes, lot of holes. അതിനു പകരം നമുക്ക് ഒത്തിരി കുഴികളും ഒത്തിരി വൃത്തികേടുമുള്ള ഒരു ഉടുപ്പാണ്. Now I remember a joke, so all of us have, I don't know, all men here would have worn banians, right, with a lot of holes and all. I don't know during our പണ്ട് നമ്മൾ ഇടുന്ന ബനിയൻ ഓർമ്മ ഉണ്ടാവോ? ബനിയനിലൊക്കെ ചില കുഴികളൊക്കെ വരുമായിരിക്കും. So people used to say, are you from Vietnam and all, because you have a lot of bullet holes. നമ്മൾ ചില ബനിയൻ ഹോളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിയറ്റ്നാമിൽ നിന്നാണോ എന്ന് ചോദിക്കുമായിരുന്നു. So with our lives we have so much of holes on our dress. It's all full of holes, not one hole. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഈ ഡ്രസ്സിൽ ഒത്തിരി കുഴികളുണ്ടാവും. And we are trying to cover it with, Jesus. I'll apply Jesus' blood here, and I cover it with the new garment of the Lord. So I'm going to cut the garment of the Lord and make patches and then cover all the patches on my body. That's what I'm doing. ഞാൻ എൻ്റെ ഈ ചെറിയ കുഴികളെല്ലാം കാണിക്കാൻ ദൈവത്തെ ഇങ്ങനെ കർത്താവ് തന്നതോ കർത്താവിന്റെ പേര് പറഞ്ഞ് അവിടെ എല്ലാം ഓരോന്നോരോന്ന് ഒട്ടിച്ചു വെച്ച് ഇതെല്ലാം ഒളിച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. God doesn't require us to cut His garment and patch our old cloth. കർത്താവിന് അതിന് ആവശ്യമില്ല. നമ്മുടെ പഴയ ഡ്രസ്സിന്റെ അകത്തുള്ള എല്ലാം ഇങ്ങനെ കർത്താവിന്റെ പേര് പറഞ്ഞ് ഒളിപ്പിക്കാനല്ല. Because He has given us a new garment. കാരണം ദൈവം നമുക്കൊരു പുതിയ വേഷം